നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. പ്രിയപ്പെട്ട അച്ഛ, നിങ്ങൾ കരയരുത്. നിങ്ങൾ തല ഉയർത്തി നടക്കണം. നിങ്ങളുടെ വേദന ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ നിങ്ങളെ ഏറെ സ്നേഹിക്കുന്നു. നിങ്ങളൊരു ഇൻസ്പിറേഷനാണ്. ഒരിക്കലും നിങ്ങളുടെ ആ വലിയ സ്വപ്നം കൈവിടരുത്. സാന്റോസ് വാസ്കോഡിഗാമയോട് തോറ്റത് ഏകപക്ഷീയമായ 6 ഗോളുകൾക്കാണ്. തകർന്ന് തരിപ്പണമായി പോയി സാന്റോസ്. അത് കണ്ട് പൊട്ടിക്കരയുന്ന നെയ്മർ ജൂനിയർ, നെയ്മറുടെ ആരാധകരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത ഒരു സങ്കട ചിത്രമാണത്. നെയ്മർ പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അപമാനം എനിക്കുണ്ടായിട്ടില്ല, ഇത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു പരാജയം എൻ്റെ കരിയറിൽ ഉണ്ടായിട്ടില്ല എന്ന്. ആ നെയ്മർക്ക് അദ്ദേഹത്തിൻ്റെ മകൻ ഡേവി ലൂക്ക അയച്ച മെസ്സേജാണിത്. നെയ്മർ തന്നെ അത് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇപ്പോൾ പങ്കുവച്ചിട്ടുമുണ്ട്. ഡേവി ലൂക്കയുടെ മെസ്സേജ്, തൻ്റെ അച്ഛന് ഡേവി ലൂക്ക അയക്കുന്ന മെസ്സേജ്: ഡാഡ്, നിങ്ങളാണ് എൻ്റെ റോൾ മോഡൽ, നിങ്ങളാണ് എൻ്റെ ഇൻസ്പിറേഷൻ. നിങ്ങൾ കരയുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഞാൻ നിങ്ങളെ ഏറെ സ്നേഹിക്കുന്നൊരു മകൻ നിങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ വലിയ സ്വപ്നം അതൊരിക്കലും നിങ്ങൾ വിട്ട് കളയരുത്. ആളുകൾക്കറിയില്ല നിങ്ങൾ ആരാണ് എന്ന് യഥാർത്ഥത്തിൽ. ഈ പരാജയത്തെ നിങ്ങളൊരു മോട്ടിവേഷനായി കാണുക. ഇന്നലത്തേതിനേക്കാൾ മികച്ചൊരു ദിവസമാക്കി വരും ദിവസങ്ങളെ മാറ്റുക. എനിക്ക് കാണേണ്ടത് നിങ്ങളുടെ തല നിങ്ങൾ ഉയർത്തി തന്നെ നടക്കണം. എന്നിട്ട് എല്ലായ്പ്പോഴും എന്ന പോലെ നിങ്ങൾ ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിടണം. അങ്ങനെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെ വേണം. ഞാൻ എപ്പോഴും ഓർക്കുന്നു, അതോടൊപ്പം നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന്, ഞാൻ നിങ്ങളുടെ പക്ഷത്താണെന്ന്. ഐ ലവ് യു ഫ്രം ദി ബോട്ടം ഓഫ് മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡേവി ലൂക്ക ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. നെയ്മർ വല്ലാതെ തകർന്നു പോയിട്ടുണ്ട്. ഫിലിപ്പെ കുട്ടിഞ്ഞോയുടെ റിയാക്ഷൻ നമ്മൾ കണ്ടല്ലോ. ഫെർണാണ്ടോ ഡെനിസിൻ്റെ റിയാക്ഷൻ കണ്ടില്ലേ? യെസ്, നെയ്മർക്ക് ഈ പരാജയം വല്ലാതെ ഉള്ളുലച്ചിട്ടുണ്ട്. കാരണം ആ ടീമിനെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് നെയ്മർ ജൂനിയർ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ.